ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചലഞ്ച് വീഡിയോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി വരുന്ന 24 മണിക്കൂർ നമ്മൾ ഗൂഗിൾ പറയുന്ന ഫുഡ് മാത്രമേ കഴിക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചലഞ്ചാണ്. അതിന് നീ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണല്ലോ, പുറത്തുനിന്നാണ്. അങ്ങനെയല്ല, അത് നമുക്ക് ഭാഗ്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാണും, ഇഷ്ടമല്ലാത്ത ഫുഡും കാണും. അപ്പം ഈ ഗൂഗിള് പറയുന്ന ഫുഡ് നമുക്ക് കിട്ടിയില്ല, കടയിലൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ഓപ്ഷൻ എടുക്കണം. കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എടുക്കണം. അങ്ങനെയാണല്ലോ. കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഡേ നീ ഉണ്ട് കേട്ടോ ചാഞ്ചില്. നീ ഉണ്ടോ? നീ ഇപ്പൊ തിന്നാറായില്ല. എടുത്തോ നീ ഉണ്ടോ ചാഞ്ചിൽ? നീ ഉണ്ടോ? അമ്പു ചാഞ്ചിൽ നീ ഉണ്ടോ? പങ്കെടുക്കണ്ട ഇപ്പം പറയണം. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒന്നും തരത്തില്ല, ഫുഡ് ഒന്നും തരത്തില്ല. ഓക്കെ, അവന് ഈ മിറ്റത്തോട് ഇറങ്ങി ഒരു റൗണ്ട് ഓടണം. 1, 2, 3, 10 വരെ എഴുതിയിട്ട് നമ്മളത് ബൗൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗൂഗിളില് നമ്മൾ ടൈപ്പ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുക്കാൻ വേണ്ടി പോണേ. 1 മുതൽ 10 വരെ എഴുതിയിട്ട് നമ്മളത് ബൗൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇത് 10 വരെ ഉണ്ട്. 10 വരെ എടുക്കുന്നത് ഇപ്പൊ 1 എടുക്കുന്നെങ്കിൽ ആ ഗൂഗിളിൽ കാണിക്കുന്ന ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം. 10 എടുക്കുന്നെങ്കിൽ 10ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കൊളക്കട്ടയാണെങ്കിൽ കൊളക്കട്ട ഇടണം, അവലോസ് ഇടണമെങ്കിൽ അവലോസ് ഇടണം. ഇഷ്ടമാണോ? നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് ഫുള്ള് കഴിക്കണം. ഷെയർ ചെയ്യാനും പാടില്ല. എന്തായിരുന്നു അടിക്കണം? സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണോ? ഒന്നും അടിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അടിച്ചാ മതി. ഫസ്റ്റ് മുതലേ കേട്ടോ. 10ാം നമ്പർ ബ്രേക്ക്ഫാസ്റ്റ്. വന്നു ഇതാണ് നമ്മളെ ഐറ്റം. 1, 2, അയ്യോ പൂരി പോയി കേട്ടോ. നിനക്ക് ഫേവറേറ്റ് പൂരി അല്ലായിരുന്നു. 3, 4, 5, 6, 7, 8, 9, 10 പൂരി. അപ്പൊ ഗൈസ്, മുതലേക്ക് പൂരി ഓർഡർ ചെയ്യാൻ പോവാട്ടോ. അപ്പൊ എനിക്ക് വയറ്റ് ഭാഗ്യമുണ്ട്. അത് അവക്ക് തന്നെ കിട്ടിയല്ലോ. എനിക്ക് കേരള ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചാലോ? 8. ഏട്ടന് ഞാൻ സൗത്ത് ഇന്ത്യൻ അടിച്ചു കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8. ഇഡലി എന്തിനിഡലിയാ? മസാല ദോശ, നെയ് റോസ്റ്റ് വല്ലതും. അത് 10 പറയണമായിരുന്നു. 10 പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ ഐറ്റം കിട്ടിപ്പോയത്. എടി അമ്മയെ കൊണ്ട് എടുപ്പീര്. എനിക്ക് ഇഡലി ഗൈസ്, മൃദുലേക്ക് ഭൂരി. ഇനി അമ്മയ്ക്കും കൂടെ ഉള്ളൂ. അമ്മ എടുക്കമ്മ, അല്ലെങ്കിൽ പട്ടിണി ഇരിക്കണം. ഇവിടെ ഒന്നുമില്ല. അയ്യോ, നമ്മളെല്ലാരും കഴിച്ച അമ്പൂട്ടിന് എന്തോ എടുക്കുന്നേ? അമ്പൂട്ടിന് എന്റെ പോലും എടുക്കാല്ല, നിന്റെ ഇഡലി കൊടുക്കാം. ചിട്ടിയൊക്കെ എടുക്കുന്ന അത് ഓർത്തെടുത്താ മതി. എനിക്ക് അടിക്കണേ ദൈവമേ. 7. ഓക്കെ, നമ്പർ 7 ഗൈസ്. എന്തൊരു കിട്ടിയാലാണ് സൂപ്പർ. ദോശ ഇഡലി 7ാമത്തെ നമ്പറാണ്. നമ്മൾ ഒരുപാട് ഫുഡ് ഉള്ളത് കൂട്ടത്തില്ല കേട്ടോ, അല്ലാതെ സിംഗിൾ ഫോട്ടോ ഉള്ളത് മാത്രമേ കൂട്ടത്തുള്ളൂ. 1, 2, 3, 6, 7 ഉഴുന്നുവട. അത് അമ്മക്ക് ഇഷ്ടം. അപ്പൊ ഗൈസ്, അമ്മയ്ക്ക് ഉഴുന്നുവട, എനിക്ക് ഇഡലി, മൃദുലയ്ക്ക് ഭൂരി ഗൈസ്. അപ്പൊ സാധനം ഓർഡർ ചെയ്യട്ടെ. ഇനി ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അടുത്ത റൗണ്ടിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് രണ്ടാമതൊരു കൂപ്പൺ കൂടി എടുക്കണം. എനിക്ക് ഇന്ത്യൻ, ഏട്ടന് സൗത്ത് ഇന്ത്യൻ അങ്ങനെ നമ്മൾ തന്നെ സെറ്റ് ചെയ്താ. ഇനി നമുക്ക് അങ്ങനല്ലാതെ കൂപ്പൺ ഇട്ട് ചെയ്യാം. എനിക്ക് പ്ലേറ്റിലാ ഗൈസ്, എനിക്ക് അതാ സെറ്റ് കേട്ടാ. എടേ, എനിക്ക് ഇഡലി മാത്രമല്ല, എനിക്ക് കേസരി ഉണ്ട്. ആ വലിക്കാം, ഓടിക്കോ കണ്ട വഴി. ഈ വട നിനക്കല്ലേ, ഇത് അമ്മയ്ക്കുള്ള വടയാണേ. നിനക്ക് വടയില്ല, നിനക്ക് ഭൂരി ഉള്ളി. ആ ഭൂരിക്ക് ഭൂരി ഇല്ല. ഗൂള് പറഞ്ഞു, ഗൂളമ്മച്ച പറഞ്ഞു നിനക്ക് വടയില്ലെന്ന്. എനിക്ക് പൊതിഞ്ഞു വന്നത് എനിക്ക് വേണം. പിന്നെ പാല് തരുമോ? ഒന്നും തരത്തില്ല. ഓ, എനിക്ക് ഇലയിലൊക്കെ കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലി കഴിച്ചു. ഇത് ട്രിവാൻഡ്രത്ത് ഇഡലിയുടെ മാത്രമുള്ള ഒരു ഷോപ്പാട്ടോ. ചട്നി, എരി ചട്നി, കളർ ചട്നി, സാമ്പാർ അങ്ങോട്ട് ഒഴിക്കുക. അടിപൊളി സാമ്പാറടി, തിക്ക് സാമ്പാറടി. എന്റെ ഭൂരി മസാല ഉണ്ട്, അടിപൊളിയാ. നല്ല പൂ പോലുള്ള ഇഡലി ഗൈസ്. അപ്പം ഗൂഗിൾ അമ്മ എനിക്ക് ഇഡലി ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ ഇഡലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ഇഡലി. എന്റെ ഭൂരി അടിപൊളി. 10 മാർക്ക്. സത്യസന്ധ മാർക്ക് ഒരു 10-8. അമ്മ എങ്ങോട്ടമ്മ സാമ്പാർ? നല്ല രുചിയുണ്ടല്ലേ? പക്ഷെ എനിക്ക് 3 ഇഡലി ഓൾറെഡി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടാ. ഇത് അമ്മയുടെ ഇതിലൂടെ വന്നത് ചമ്മന്തി അല്ലേ? ഭൂരി മസാല ഞാൻ കൊടുത്തു വെച്ചൊരു ചമ്മന്തി വട തിന്നെ. ഓ എന്റെ മോനെ, ഇലയിലും ആയ
ഞാൻ ഫിനിഷ് ചെയ്തേ. നമ്മുടെ ചലഞ്ചിൽ ഫുഡ് എല്ലാം ഫിനിഷ് ചെയ്യണം. അവരവർ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ ഇഡലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൃദുലതയുടെ പൂരി. അമ്മയ്ക്ക് 2 വട ഉണ്ടായിരുന്നു. സാമ്പാർ വട പ്ലസ് ഉഴുന്ന വട 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ അടുത്തത് ഇനി ലഞ്ചാണ്. അപ്പോൾ ലഞ്ചിനുള്ള ചീട്ട് എഴുതാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള സമയമായി. പക്ഷെ ഒന്നും ആയില്ലല്ലേ. എന്നാലും ഫുഡ് നല്ല ഹെവിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇത്ര ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ചലഞ്ച് കൊണ്ട് നമുക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. 3 ഇഡലി കഴിച്ചു. 3 ഇഡലി, അമ്മ 2 വടയി, 3 പൂരി ആൻഡ് ബാജി. ബാജി മസാല പൂരി മസാല. ഓക്കെ. ചൈനീസ്. എനിക്ക് ഉച്ചയ്ക്കൊന്ന് ചൈനീസ് കഴിക്കാം. ഈടെ എനിക്കായിരുന്നത് വേണ്ടത് ബിരിയാണി. മൃദുലയ്ക്ക് മീൽസ്. എനിക്ക് ചൈനീസ് ഇപ്പം കഴിക്കാൻ വലിയ താല്പര്യമില്ല. എന്നാലും നമുക്ക് ചൈനീസ് ആകുമ്പോൾ വെറൈറ്റി ഐറ്റംസ് കിട്ടുമായിരിക്കും. കുഴപ്പമില്ല. ചൈനീസ് എനിക്ക് വല്ല ചിക്കൻ ലോലിപോപ്പ് വല്ലതും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. ചൈനീസ് ഐറ്റം ആണ് ചിക്കൻ ലോലിപോപ്പ്. അമ്മയ്ക്ക് ബിരിയാണി കേട്ടോ. ബിരിയാണിയിൽ നമ്മൾ ഏത് ബിരിയാണിയാണെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണേ. ഫസ്റ്റ് ചൈനീസ് എടുക്കാം. 10 ചൈനീസില് 10ാമത്തത്. ഇനി അമ്മ എടുത്തോ. നേരത്തെ 7 കിട്ടി നമുക്ക്. 7 വിട്ടൊരു കളിയില്ലെന്ന്. 8. ഓക്കെ. എക്സൈറ്റ്മെന്റ് ആണ് ചൈനീസ് ഫുഡ്. ഓക്കെ. 1ാമത്തെ നൂഡിൽസ്, 2ാമത്തത് നൂഡിൽസ്, 3ാമത്തത് നൂഡിൽസ്, 4ാമത്തത് ഫ്രൈഡ് റൈസ്, 5ാമത്തത് ചിക്കൻ ലോലിപോപ്പ്. 7ാമത്തത് മോമോസ് മതിയായിരുന്നു. 8ാമത്തത് എന്തോ കാട്ടാം. ഇത് കൂട്ടത്തില്, ഇതൊന്നും കൂട്ടത്തില്ലേ. 10 നൂഡിൽസ്. നൂഡിൽസ് ഈ ഐറ്റാണേ. നമ്മൾ കപ്പിലല്ല അരി. അതിപ്പോ നമുക്ക് പറയാൻ പ്ലേറ്റിലായിരിക്കും കൊണ്ടുതരുന്നേ. ഓക്കെ. ഇതിലേക്ക് എന്തോ സെർച്ച് ചെയ്യുന്നേ? മീൽസ്. കേരള മീൽസ് അല്ലല്ലോ. മീൽസ് ഐറ്റംസ് എടുക്കണം. എന്നാലേ ഓരോന്നോരോന്ന് വരത്തുള്ളൂ. ഫസ്റ്റ് സദ്യ സ്കിപ്പായി. താളി ഇത് വേണ്ടല്ലോ. ഇത് കൂട്ടില്ല. ഒരുപാട് ഫുഡുള്ള 3 4 5 6 7 എവിടെ വരും? 7 ദീപാവലി വെജ് താളി 13 ഐറ്റംസ്. പിന്നെ ഇത് വെജ് ആണ് കേട്ടോ. ഫുള്ള് ദീപാവലി വെജ് താളിയാ കേട്ടോ. നിനക്ക് വെജ് താളി, ചിക്കൻ ഇല്ല കേട്ടോ. എക്സ്ചേഞ്ച് ഒന്നുമില്ല. വെജ് താളി എന്ന് എഴുതിയിട്ടുണ്ട്. വെജ് താളി. പൊതിച്ചോറല്ല, ബിരിയാണിയാണേ. അമ്മയുടെ ബിരിയാണി. എത്രാമതായിരുന്നു നമ്പർ? 7. 2 ചിക്കൻ പോയി. 4 5 6 7 മലബാർ ചിക്കൻ ബിരിയാണി. മലബാർ ചിക്കൻ ബിരിയാണി. അങ്ങനെ ഗൈസ്, നമ്മൾ ലഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ലഞ്ചിലേക്ക് എത്തുമ്പോഴും അമ്പൂട്ടൻ ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് ചൈനീസ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, ബിരിയാണി. അമ്മയ്ക്ക് ബിരിയാണി. മൃദുലയ്ക്കാണ് ഹെവി ഐറ്റം കേട്ടോ. ഇതിനകത്ത് ഉള്ളിൽ ഏറ്റവും കോസ്റ്റ്ലി ഐറ്റം മൃദുലയ്ക്കാണ്. ഇത് എന്റെയാണല്ലേ? അത് നിന്റെ എന്തോ സാധനമോ? അത് ഞാൻ നോക്കാം. അത് നോക്കിയാ തുറന്നു നോക്ക്. ഒരു എക്സൈറ്റ്മെന്റ് ചോദിച്ചത്. വലിയൊരു സാധനം. പപ്പടമായിരിക്കും. പപ്പടം വരെ പൊട്ടാതെ അയച്ചു തന്നെയാണോ? 2-3 ഐറ്റം ഉണ്ട് കേട്ടോ. എന്തൊരു അഹങ്കാരം എനിക്ക്. പാത്രം എന്തുവായിരുന്നു. പക്ഷെ റൈസ് കണ്ടാ ഗൈസ് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ താളിയല്ലേ. അപ്പൊ അങ്ങനെ തന്നെ മതി കേട്ടോ. 2 ചപ്പാത്തി. അമ്മയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ചോറിനേക്കാളും ഉണ്ടല്ലോ കേട്ടോ. ഇത് ലാഭം. നല്ല എരിയുണ്ട്. നല്ല എരിയുണ്ട്. ഇതൊക്കെ എന്തുവാണ് ഈ സാധനം ബുബിളുമായിട്ട് കിടക്കുന്നത്? വലിയ പപ്പടം വേണ്ട. ഇത്രേ ഉള്ളൂ. എടാ ഇത് കരിച്ച പപ്പടം. വലിയ പൊതിലൊക്കെ പൊതിഞ്ഞ് ഇവിടെ ഞാൻ നിരാശപ്പെട്ടിരിക്കുവായിരുന്നു. ജിലേബിയോ? അയ്യോ, ലോട്ടറി അടിച്ചു. വേടാ ആദ്യം എന്റെ അമ്പൂട്ടൻ തിന്നണം. അമ്പൂട്ടൻ നിന്നിട്ട് എങ്ങനെയുണ്ട് പടി? ഭയങ്കര എണ്ണ കേട്ടാ ജിലേബി. നിങ്ങൾ 2 പേർക്കും നോൺ വെജ് അല്ലേ? കോണൊക്കെ വെച്ചിട്ട്. ഞാൻ തൊട്ടില്ല. തൊട്ടാ പിന്നെ ഇവൻ തിന്നൂലല്ലോ ചോറ്. ട്രെയിനിൽ പോയപ്പോ കറക്റ്റ് ഇതുപോലായിരുന്നു വാങ്ങിച്ചിരുന്നത്. ശരിയാ ഉള്ളു ഒടുക്കത്തെ വിലയും. എനിക്ക് തോന്നി ഈ പപ്പടത്തിന് പേരെന്തോ മസാല ആയിരിക്കുന്നുണ്ട്. എരിയുന്നു.
സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കോണും ഒരു ചോറിന്റെ ടേസ്റ്റും അല്ല, എന്നാ ഫ്രൈഡ് റൈസ് ആണോ അതുമല്ല. ഇപ്പൊ ഇങ്ങനെ മുഖത്തേക്ക് അമ്പൂന്ന് എന്തെങ്കിലും കുട്ടക്കേട് കാണിച്ച അമ്പൂന്ന് വിളിച്ചാ ഞാൻ തിന്ന് തുടങ്ങിയില്ല. അമ്പൂട്ടനെ തിന്നിട്ട് ഏട്ട എടുക്കണം, അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ പറ്റും. നമുക്ക് സൗത്ത് ഇന്ത്യനെ പറ്റുള്ളൂ ഇവിടെ മീൽസ് ഇരുന്ന് ഞൂണ്ടാടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അവൻ കഴിച്ചിട്ടാണ് എനിക്ക് കഴിക്കാൻ. ഞാൻ ഫിനിഷ് ചെയ്തു സമയമുണ്ടല്ലോ. ബിലോ ആവറേജ് ഫുഡാ. ബിലോ ആവറേജേ ഇല്ല, ഏറ്റവും ബിലോ, ഒട്ടും കൊള്ളൂല. കറണ്ട് വന്നു ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് എന്തോ ഏറ്റവും നമ്മൾ അന്നില്ല തൈരിനകത്ത് ഒരു ഉണ്ടപ്പരി പോലത്തെ മിക്സറിനകത്ത് കിടക്കുന്ന ഉണ്ടപ്പരി പോലത്തെ പണ്ട് തിന്ന് ഓർക്കുന്നു. അമ്മ അതെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബിരിയാണി. നിനക്കെന്താ വേണ്ട അടുത്തത്? പനിയൊക്കെ പോയപ്പോ നമ്മൾ ആക്റ്റീവ്. അപ്പം എന്റെയും അമ്മയുടെ ഫുഡ് നല്ല ഫുഡായിരുന്നു. രാവിലത്തെ ഫുഡ് എല്ലാവരുടെയും നൈസ് ആയിരുന്നു അല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. ആകപ്പാടെ മൂഞ്ചി പോയത് മൃദുലയുടെ നോർത്ത് ഇന്ത്യൻ താളി, ദീപാവലി താളി. ദീപാവലി പടക്കം പോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതെ, അമ്മയ്ക്ക് നല്ല ഇപ്പോഴും അനങ്ങാൻ പോയി. എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിരിക്കുക. അതെ അതെ, 3 പേർക്ക് 3 ഫുഡ് ഐറ്റംസ് 3 കാറ്റഗറി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഞറക്കിട്ട് എടുക്കാൻ വേണ്ടി പോവാണേ. സോ എടുത്തോളൂ. ഞാൻ എടുക്കട്ടെ? അമ്മ എടുത്തോർണം. ഓ, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ബർഗർ. എനിക്ക് ബർഗറാണ്. ഏത് ബർഗർ? ചിക്കൻ ഓർ ബീഫ്? അമ്മയ്ക്ക് അമ്മയ്ക്ക് ടീ സ്നാക്സ് എന്ന് അടിക്കുമ്പോ ഏതാണോ വരുന്നത് അത് എടുക്കും കേട്ടോ. ചിക്കൻ ഐറ്റം. അതെ അതെ, അമ്മയ്ക്ക് ചിക്കൻ അത്ര വലിയ താല്പര്യമില്ല. അമ്മയ്ക്ക് എന്തിനാ ഉഴുന്നോടാ? അയ്യോ, രാവിലത്തെ ഉഴുന്നോടെ റിപ്പീറ്റ് അടിക്കോടെ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. എനിക്ക് ബർഗർ. അതെ, അമ്മയ്ക്കും കുഞ്ഞിനും കഴിക്കുക. എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് മനസ്സറിഞ്ഞ് എന്റെ തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബർഗർ. സോ ഏതാണ് ഐറ്റം നോക്കാം. എനിക്ക് നമ്പർ 3. എന്തെങ്കിലും കൈ കിട്ടിയത് തിരിച്ചെടുക്കുന്നതിന് വലിയ പാടാണ്. വമ്പം കളിയാ എന്നാ പിടിച്ചോ. അതിപ്പോ പിടിക്കും മൃദുല. എവിടുത്തെ 9. ആ പേപ്പറിന് 2. ഇത് ഇല്ല കേട്ടോ. ഇത് 3. എന്റെ 3ആയിരുന്നു. എന്റെ ബേസിക് ബർഗർ. താങ്കളുടെ താങ്കൾ തന്നെ നോക്കിയോ. ഞാൻ നോക്കിയിട്ട് ഇനി എന്റെ കൈക്ക് രാശിയില്ലേ എന്നൊന്ന് പറഞ്ഞേക്കില്ല. ലാപ്ടോപ്പിൽ പരിപാടി ഒന്നും അറിയത്തില്ല. നീ പണ്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടില്ലേടി? കുറെ ആൾക്കാർ ഈ വെക്കേഷന് കമ്പ്യൂട്ടർ പഠിക്കും. പണ്ട് അങ്ങനെ ഈ വെക്കേഷന് എല്ലാരും 3 മാസം കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്. താങ്കളും പോയതല്ലേ അതിന്? ഇതിന്റെ ബാക്ക് അടിക്കാൻ അറിയത്തില്ല അല്ലേ? ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നിട്ട് ലെറ്റർ ബാക്ക് അടിക്കാൻ അറിയത്തില്ല. 9 ആയിരുന്നേ. 1, 5, 6, 7, 8. ചിക്കൻ ഇതാണ് വിങ്സ് ആണ്. ഇത് മറ്റേ അത് തന്നെ ചിക്കൻ സ്ട്രിപ്സ് ആണ് അല്ലേ? ചിക്കൻ സ്ട്രിപ്സ്. ഇനി അമ്മയ്ക്കൂടെ ഞാൻ നോക്കാം. അമ്മ അമ്മൂട്ടനെ കൊണ്ട് അകത്തിരിക്കും കേട്ടോ. ഒരു ഫുഡിൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഫുഡിൽ തന്നെ 2-3 വരുന്നത് നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ അമ്മയുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് നൈസ് അല്ലേ ഗൈസ്? ഇത് നമ്മുടെ ഡിന്നറോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്നാക്ക് എന്നും പറഞ്ഞാണ് തുടങ്ങിയത്. സത്യം പറഞ്ഞ വൈറ്റ് സ്ഥലമില്ല. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോ? അപ്പൊ നമ്മുടെ ചലഞ്ചില് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ ലിമിറ്റ് ഇല്ലേ, അതുകൊണ്ടാണ് നമ്മള് മതിയാക്കാന്ന് വിചാരിച്ച്. ചിരിക്കുന്നത് നിന്നെ ഒന്നും പറഞ്ഞില്ല. നിന്നെ എന്തെങ്കിലും പറഞ്ഞു? നീ നിന്നെ ചിരിക്കുന്നത് കൊഞ്ഞാണം കുത്തുന്നടി. അതാ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ബൈ.